ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റൗണ്ട് ബീഡ്സും വേണം. ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പറയുന്ന പോലെ നെക്കിൻ്റെ ലെങ്തും വിട്ടും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എസ് ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എസ് തലതിരിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ 2 സൈഡിലേക്ക് ലീഫ് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത് ബീഡ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ചെയ്യണമെന്നും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ലൈൻ്റെ അളവെന്ന് പറയുന്നത് 10 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 8 ഇഞ്ചെങ്കിൽ 8 ഇഞ്ച് എടുക്കാം. ചെറുത് മതിയെങ്കിൽ ചെറുതെടുക്കാം, വലുത് മതിയെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എസ് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ഒരു സൈഡിലേക്ക് എസ് ഷേപ്പും മറ്റു സൈഡിൽ എസ് തലതിരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ ഇതേപോലെ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പമാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ ആവാനായിട്ട് മറക്കരുത്. കാരണം ഒരേപോലെ എസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലെഫ്റ്റും റൈറ്റും ചെയ്യുമ്പോൾ ഒരേ അളവിലും ഒരേ നീളത്തിലും ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് ഇതേപോലെ കുറച്ച് ലീഫുകൾ വന്നിട്ടുണ്ട്. 3 ലീഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ പേരെന്ന് പറയുന്നത് അപ്സര ഗ്ലാസ് മാർക്കർ പെൻസിൽ എന്നാണ്. ഇത് എല്ലാ ബുക്ക് സ്റ്റോളിലും അവൈലബിൾ ആണ്, അതേപോലെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചോദിച്ചാൽ മതി, വൈറ്റ് പെൻസിൽ ചോദിച്ചാൽ മതി അപ്സരയുടെ. അപ്പോൾ അവരെടുത്ത് തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്കിനി ഇതേപോലെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഹാഫ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബീഡ്സ് വർക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്കിനി എങ്ങനെയാണ് ചെയ്യണമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം എന്താ ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, സെൻറ്ററിൽ നമ്മൾ വരച്ചില്ലേ 10 ഇഞ്ചിൽ അല്ലെങ്കിൽ 9 ഇഞ്ച്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എന്താ ഒരു ബീഡ് ഫിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഒരു ബീഡും കൂടെ അതിൻ്റെ ബാക്കിലേക്ക് നീക്കിയിട്ട് അടുത്തായിട്ട് നീക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തു. ഫ്രണ്ടിലേക്ക് ത്രെഡ് എടുത്തു. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് ഒരു ബീഡ് കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ താഴെ വരെ നമ്മളിങ്ങനെ ചെയ്ത് പോവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർമൽ നീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നമ്മുടെ ത്രെഡ് എടുത്തിരിക്കുന്നത് മെഷീൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നീഡിൽ നമ്പർ 12 തന്നെ നമുക്ക് ടൈലറിങ് ആക്സസറീസൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എടുത്ത് തരും. നീഡിൽ നമ്പർ 12 എടുത്ത് തരും. അപ്പോൾ ആ ഒരു നീഡിലെ എല്ലാ തരം ബീഡ്സും കയറിപ്പൊക്കോളും. തീരെ കുഞ്ഞു ഹോളായിട്ടുള്ള ബീഡ്സ് വരെയും നീഡിൽ നമ്പർ 12 കയറും. അപ്പം നമുക്ക് അതാണ് ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നീഡിൽ. അപ്പോൾ താഴെ വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ ആ എസ് ഷേപ്പിലുള്ളത് നമ്മളങ്ങ് വരച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണേ. കട്ട് ബീഡ്സ് തന്നെ യൂസ് ചെയ്ത് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി ഇവിടെ. കാരണം ഈ ഒരു എസ് ഷേപ്പിൽ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടായിരുന്നേ. ഞാനങ്ങ് ചെയ്ത് വന്നിട്ട് ഞാനങ്ങ് ഓർത്തില്ല, ഒരേപോലെ അങ്ങ് ചെയ്ത് പോയി. അപ്പം ഞാൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ ഷുഗർ ബീഡ്സ് അല്ലല്ലോ യൂസ് ചെയ്തേന്ന് ഓർത്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഷുഗർ ബീഡ്സിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ബീഡ്സിലും ചെയ്തെടുക്കാം. കട്ട് ബീഡ്സിൽ വേണ്ടവർക്ക് കട്ട് ബീഡ്സിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പിക്കിൽ കാണിച്ചിരിക്കുന്നത് ഷുഗർ ബീഡിലാണ് ഈ ഒരു എസിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചിരിക്കുന്നത്, ഷേപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഓരോ കട്ട് ബീഡ്സായിട്ടും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സൊക്കെ ഇനി ഇത് റെഡ് കളറിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടിട്ടുള്ള ഏത് കളറിൽ മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം.
ഇനിയിപ്പം നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ എന്തായാലും നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ലീഫ് ഞാൻ ആ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും നിങ്ങൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് എസ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലും എസ് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ലീഫ് കൊടുക്കണം. ലീഫ് കൊടുക്കുമ്പോൾ ഷുഗർ ബീഡ്സിലോ അല്ലെങ്കിൽ കട്ട് ബീഡ്സിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 to 4 ബീഡ്സ് എങ്കിലും എടുക്കുന്നുണ്ട്. എന്നിട്ട് ചരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു 4 ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചരിച്ച് ആ ലീഫിൻ്റെ ഒരു സൈഡിലേക്ക് ചരിച്ചു കൊണ്ടുവന്നൊന്ന് ഫില്ല് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തു. വീണ്ടും ഒരു 4 ബീഡ് എടുക്കുക. വീണ്ടും കൊണ്ടുവന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക. അതിനുശേഷം വീണ്ടും താഴേക്ക് നീഡിൽ ഇറക്കുക. അപ്പം ഇത് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത്തരം ലീഫ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയുവാണേ, നിങ്ങൾ ഓരോ ബീഡ്സിനും ലോക്കിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ നോർമൽ നീഡിൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ലോക്കിട്ട് കൊടുക്കും. ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ ലോക്കിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലോക്കിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരി കഴിയുമ്പോഴുണ്ടല്ലോ ഈ ബീഡ്സുകളൊക്കെ ഇച്ചിരി ലൂസായിട്ട് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ലോക്കിടണമെന്ന് ഈ പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, മെറ്റീരിയൽ നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ പിടിപ്പിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ബീഡ്സൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കണം. അടിച്ചു നോക്കുമ്പോൾ നല്ലൊരു ശബ്ദം കേൾക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽ നല്ല ഫിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാറ്റി കൊടുക്കുക. ആ ഒരു എസ് ഷേപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് കൊടുക്കുക. എന്നിട്ട് ലീഫിന് നമ്മൾ കട്ട് ബീഡ്സും കൊടുക്കുക. പിന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡിസൈൻ. എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർക്ക്, അതായത് കുറച്ച് ഇത് വേണ്ടി സ്പെൻഡ് ചെയ്യാനിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് ജോലിയൊക്കെ ഒതുക്കി നമുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൽ ഇതുപോലെ ഓൾ ഓവറായിട്ടൊരു ലീഫിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി അതിപ്പോൾ ഞാൻ കട്ട് ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് തന്നെയാണ് കേട്ടോ അതിലും വന്നിരിക്കുന്നത്, ഓൾ ഓവർ ഡിസൈനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തില്ലേ, അതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഓൾ ഓവർ ഡിസൈനായിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിസൈൻ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്